അപ്പൊ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര് പറയുമ്പോ എന്താ ചൂടാവേണ്ട ആവശ്യം? മൂപ്പരോട് വലിയ മഹബത്താണ്. എന്ത് എന്റെ കാക്കാന്റെ മോനൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവര് ശക്തമായി പ്രവർത്തിക്കുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു. അങ്ങനെ ആരൊക്കെയുണ്ടോ, ഏത് സംഘടനയിലാവട്ടെ, ഇപ്പൊ പേരോട് ഉസ്താദ് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആരായിരുന്നാലും സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അത് നമ്മളെ ലക്ഷ്യം തന്നെയാണ്. സുന്നത്ത് ജമാഅത്ത് അതിനെ തരം താഴ്ത്താൻ, അതിന് വിള്ളലുണ്ടാക്കാൻ ഒരുമ്പെടുന്ന അരസുന്നി ഉണ്ടല്ലോ, ഈ അരസുന്നികളോടാണ് നമ്മൾക്കിപ്പോ പറയാനുള്ളത്. പകുതി സുന്നിയിൽ കാല് വെക്കുക, പകുതി അപ്പുറത്തെ ബിദ്അത്തിലേക്ക് കാല് വെക്കുക. എന്തിനാ ഈ പരിപാടി? ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീന്, ആ ദീനിന് വേണ്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കണം, പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുൻകൈയെടുത്ത് ഇറങ്ങുകയും ചെയ്യണം. എന്ത് തന്നെ പ്രശ്നങ്ങൾ നേരിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ എന്റെ മുർസലീങ്ങളെയും മോമിനീങ്ങളായ ആളുകളെയും സഹായിക്കുക തന്നെ ചെയ്യും. വഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെ കക്ഷികളുണ്ടോ അവർ ഈ ലോകത്ത് വിജയിച്ചുകൊണ്ട് തന്നെ നിൽക്കുക തന്നെ ചെയ്യും. ചില പ്രശ്നങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇബ്തിലാണ്. ഇബ്തിലാ ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്തുണ്ടാവുകയുള്ളൂ, അള്ളാഹുവിനോട് പിന്നെ കൂടുതൽ അടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അച്ചിലുകൾ പ്രതിരോധിച്ചു നിർത്തി പ്രബുദ്ധതയുടെ പടച്ചട്ടയണിഞ്ഞ ധർമ്മജനങ്ങളുടെ കർമ്മങ്ങളിലൂടെ മാമല നാട്ടിലോ മതമാഹാമ്യത്തിന്റെ മധുരം നിറച്ചു വെച്ച മഹിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ചില്ലകളും പൂവും കായ്ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമസ്ത എന്ന മഹാവൃക്ഷത്തിന്റെ വേറെറുക്കാൻ വഹിക്കുന്നവരോടോ നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ് എന്ന ആദർശത്തിന്റെ പടച്ചട്ടി അണിഞ്ഞ വാക്കുകൾ കൊണ്ട് കോരമ്പങ്ങൾ തീർക്കുന്ന സുന്നി മക്കളുടെ ആവേശ ശബ്ദമോ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഇവര് മഹത്തായ സംഭ്രമത്തിന്റെ വേദിയിലേക്ക് ഇതാ കൈവിലങ്ങും കാൽപ്പഴങ്ങുകളും കാത്തിരുന്ന തപസ്സിന്റെ ശക്തികൾക്ക് കാറ്റുവീശും വെല്ലുവിളികൾ നേരെ വാക്കുകൾ കൊണ്ട് നിരയൊളിച്ച ഇരട്ടച്ചങ്കുള്ള പടനായകനോ അഹ്ലുസുന്നയുടെ ആദർശക്കോട്ടയിൽ വെല്ലുവിളിപ്പിക്കാൻ കടന്നു വന്ന നവീനവാദങ്ങളുടെ ആക്രശങ്ങൾക്ക് മുമ്പിലോ മുട്ടുവറക്കാതെ നെഞ്ചു വിറച്ചു നിന്ന സമസ്തയുടെ അത്ഭുത ശബ്ദമോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. കണ്ണുള്ളവർ കാണുക, കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ കേൾക്കുക. ഇതാ മാടന്നൂറിന്റെ മണ്ണിലേക്ക് ഇതാ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മഹത്തായ ആദർശ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. കുലൂ തക്ബീർ. അബ്ദുസ്സലാം ദാരിമി ബാടി സമസ്ത കേന്ദ്ര മുശാവറങ്കാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഹമീദ് ഫൈസി എൻ്റെ കാക്കാൻ്റെ മോനൊന്നല്ല, പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് താല്പര്യമാണ്, ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അദ്ദേഹം സുന്നത്ത് ജമാഅത്ത് പറയുന്നത് കൊണ്ട്. അത് ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും. ഇപ്പോൾ പേരോട് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, പേരോട് ഉസ്താദിനോട് നമുക്ക് താല്പര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള വിരോധമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? സുന്നത്ത് ജമാഅത്ത് പറയുന്നത് കൊണ്ട്. ഇവിടെ നമുക്കറിയാം പേരോട്, അതുപോലെ തന്നെ അലവി സഖാഫി, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഉണ്ട്. അവരുടെ സംഘടന വേറെ ആണെങ്കിലും സംഘടനാപരമായിട്ട് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശമുണ്ട്, സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് ആര് പറയുന്നു അവരൊക്കെ നമ്മൾ കേൾക്കാനും അവരെ പ്രൊമോട്ട് ചെയ്യാനും, അത് ഉള്ളിൽ നമ്മുടെ ഒരു അഭിമാനമായി, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരമായി, അല്ലെങ്കിൽ ആ ഉള്ളിൽ ഒരു സന്തോഷം നമ്മളെപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ആര് പരിശ്രമിക്കുന്നോ, ആര് പ്രസംഗിക്കുന്നോ അവർക്കൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കേണ്ട ഒരു കാലമാണ്. നമുക്കറിയാം പുറത്തു നിന്ന് വഹാബിസം, അതുപോലെ തന്നെ മൗദൂദിസം, തബ്ലീഗിസം, ഇങ്ങനെ തുടങ്ങി പല പുത്തൻ ആശയങ്ങളും
സമൂഹത്തിൽ വേര് പടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം പണ്ഡിതന്മാരാണ് അവരെ പ്രതിരോധിച്ച് ഒരു മൂലയിലേക്ക് ഒതുക്കിയത്. എന്നാൽ ഇന്ന് ബിദഈ പ്രസ്ഥാനങ്ങൾ വളരെ തന്ത്രപരമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില കോടാലി കൈകളെ വാടകയ്ക്കെടുത്തുകൊണ്ട് അല്പാൽപമായി സുന്നത്ത് ജമാഅത്തിന് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്ന പണ്ഡിതന്മാരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇരയാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അവറുകൾ. ഹമീദ് ഫൈസിയെ ദുരാരോപണങ്ങൾ നടത്തി, വിമർശനങ്ങൾ നടത്തി, അധിക്ഷേപങ്ങൾ നടത്തി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ദിനം പ്രതി പ്രോജ്വലിച്ചു വരികയാണ്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഏറി വരികയാണ്. ഇതെന്തുകൊണ്ടാണ്? ഹമീദ് ഫൈസിൻ്റെ ആകാര വടിവ് കൊണ്ടോ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള കുടുംബ ബന്ധം കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹം പറയുന്ന ആദർശത്തോടുള്ള പ്രതിബദ്ധത, അദ്ദേഹം വിളംബരം ചെയ്യുന്ന ആശയങ്ങളോടും ആദർശത്തിനോടുമുള്ള പ്രതിബദ്ധത, ഇതാണ് അടിസ്ഥാനപരമായ കാരണം. ചിന്തിക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതേപോലെ തന്നെ ആദർശം പറയുന്ന എല്ലാവരോടും നമുക്ക് താല്പര്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദേശമാണത്. ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ നിന്ന് സുന്നി സമൂഹം ഒരടി പോലും വ്യതിചലിച്ചിട്ടില്ല. അതവരുടെ ഒരു വികാരമാണ് എന്ന് ഈ തക്ബീർ വിളികൾ, ഈ പ്രഘോഷങ്ങൾ, ഈ ഒരു അഭിമാന നിമിഷങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഹമീദ് ഫൈസിയെ എത്ര ദുരാരോപണങ്ങൾ നടത്തിയിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും സുന്നി മക്കളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എത്ര വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന ഈ സമ്മേളനം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, വിളംബരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികൾക്കെതിരെ വരുന്ന ഏത് യവനായിക്കോട്ടെ, ഇവർക്കൊക്കെ ഉള്ള ഒരു പാഠം ഇതിലുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമിട്ട് വന്നാലും, സുഹാബികളുടെ കുപ്പായമണിഞ്ഞു വന്നാലും, വഹാബികളുടെ കുപ്പായമണിഞ്ഞു വന്നാലും, മൗദൂദികളുടെ കുപ്പായമണിഞ്ഞു വന്നാലും, തബ്ലീഗിസത്തിൻ്റെ കുപ്പായമണിഞ്ഞു വന്നാലും, ഏത് രീതിയിൽ സുന്നികളെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും അതിനെ പ്രതിരോധിക്കാൻ സുന്നി മക്കൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ജാഗരൂകരാണ് എന്നത് വിളിച്ചോതുന്ന ഒരു പ്രകമ്പനമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളോട് ആളുകൾക്കുണ്ടാകുന്ന ഇഷ്ടമെന്താണ്? അദ്ദേഹം കിട്ടുന്ന വേദികളിൽ സുന്നത്ത് ജമാഅത്ത് പറയും, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറയും. നവീനവാദികളെ അദ്ദേഹം കിട്ടുന്ന വേദികളിലൊക്കെ എതിർക്കും. ഇതുകൊണ്ടാണ് ജിഫ്രി തങ്ങൾക്കും ഇതുപോലെ തന്നെ സ്വീകാര്യത, ജനമനസ്സുകളിൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമാണ്. വിമർശിക്കുന്നവർക്ക് ഇനിയും വിമർശിക്കാം. പക്ഷേ നിങ്ങൾ വിമർശിക്കും തോറും ഇത്തരം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ജനമനസ്സുകളിൽ ഇടം നേടുകയാണ്. അവരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, മറിച്ച് ഇറങ്ങിപ്പോകുന്നത് ഇവരെ വിമർശിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് സുന്നത്ത് ജമാഅത്താണ് ഇറങ്ങിപ്പോകുന്നത്, സുന്നിസമാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കുക. സത്യം മനസ്സിലാക്കി സമസ്തയുടെ കൂടെ നിൽക്കുക, സുന്നത്ത് ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക.